ഇന്നലെ ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ ഏട്ടൻ പറയുന്നത് നാളെ ആയില്യമാണ്, അപ്പോൾ കാവിൽ ചെറിയൊരു പൂജ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ രാവിലെ കുളിച്ചൊരുങ്ങി പൂജ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് കാവിലോട്ട് പുറപ്പെട്ടതാണ് കേട്ടോ. പെട്രോൾ കുറവായതുകൊണ്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നൂറും പാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം ഷോപ്പിൽ എത്തിയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ മോർണിംഗ് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഷോപ്പിൽ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൽ തിരക്ക് കുറവായതുകൊണ്ടാണ് കേട്ടോ അന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലോക കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി വൺ ടൈം വാച്ച് ചെയ്തതാണ്. പക്ഷെ ആദ്യത്തെ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നപ്പോൾ മൂവി ഓൾറെഡി കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മൂവി സെർച്ച് ചെയ്ത കൂട്ടത്തിൽ വേറെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ മൂവിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലോക സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. പിന്നെ ഇന്റർവ്യൂ ആയപ്പോഴത്തേക്ക് നമ്മൾ കോഫിയൊക്കെ വാങ്ങി, ബർഗറൊക്കെ വാങ്ങി. പിന്നെ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ഡോണറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഡോണറ്റ് ഒക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ നല്ല അടിപൊളി കിടുക്കാച്ച് മഴയായിരുന്നു കേട്ടോ. മഴയെന്നും പറഞ്ഞപ്പോൾ ഒരു അന്യായ മഴ, ഇടിയും മിന്നലും ഒക്കെ ഉള്ള മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലോട്ടല്ല, നേരെ ഷോപ്പിലോട്ട് പോയിട്ട് ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈവനിങ് ആണ് കേട്ടോ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.